ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യ, നല്ലതെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്? മിക്ക പ്രവാചകൻ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, വിസിറ്റേഷൻ സഭയുടെ സ്ഥാപകനായ ദേവദാസൻ പ്രസന്റേഷൻ അച്ഛൻ ഇപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹം സ്വയം ദൈവത്തിൻ്റെ ഇളയ ശുശ്രൂഷി എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നാം അദ്ദേഹത്തെ ദേവദാസൻ എന്ന് വിളിക്കുന്നു എങ്കിൽ, ജീവിതകാലം മുഴുവൻ പുണ്യത്തിൽ വളർന്ന് പുണ്യവാനായി ജീവിച്ച അദ്ദേഹത്തെ നാളുകൾക്കകം നമുക്ക് ഒരു വിശുദ്ധനെന്ന് വിളിക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ദൈവവചനത്തിന് അനുസൃതമായി സാധുക്കളായ മക്കൾക്ക് വേണ്ടി ഒരു വിസിറ്റേഷൻ സഭ സ്ഥാപിക്കുകയും പാവപ്പെട്ടവരുടെയും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തൻ്റെ സഭാ മക്കളെ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഭാ മക്കൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പുണ്യജീവിതം പിന്തുടരുവാൻ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. നാളെയുള്ള നമ്മുടെ ജീവിതങ്ങളിൽ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അച്ഛനെ പോലെ പുണ്യത്തിൽ കുതിർന്ന ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തിൻ്റെ മാതൃകയായി തീരുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുവാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സഭയുടെ ശതാബ്ദി നിറവിൽ നിന്നുകൊണ്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കട്ടെ. ആമേൻ.